ഹലോ കൂട്ടുകാരെ, സ്പിരിച്വൽ ജേർണിയിൽ വരുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ബ്ലോക്സിനെ, അതായത് അൺഹീൽഡ് ആയിട്ടുള്ള നമ്മുടെ വേർഷനെ എങ്ങനെ തിരിച്ചറിയാം? വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ത്രൂ ആണ് നമ്മളുടെ ബ്ലോക്സിലേക്ക്, നമ്മുടെ ട്രോമാസിലേക്കൊക്കെ കണക്റ്റ് ആവുന്നത്. അതിനായിട്ട് ഒരു ടിപ്സ് പോലെ 1, 2, 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ കാര്യം, എപ്പോഴും അവെയർനെസ്സിലിരിക്കുക. അതായത് ഞാൻ എന്താണ് ആലോചിക്കുന്നത്, നമ്മളുടെ തോട്ട്സാണ് നമ്മളുടെ റിയാലിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഗോ ത്രൂ ആയ ഒരു ലൈഫ്, അത് ഈ ലൈഫ് ടൈം ആവാം, പല ലൈഫ് ടൈംസിൽ നിന്നും വന്ന പല കാര്യങ്ങൾ ഒരു ട്രോമയായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ എല്ലായ്പ്പോഴും നമ്മുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺ ആയിരിക്കും ഇനീഷ്യലി കിടക്കുന്നത്. ദോ നമ്മളുടെ സോൾ ഒരു പോസിറ്റീവ് വൈബ്രേഷനിലാണെങ്കിലും ഈ നെഗറ്റീവ് തോട്ട് പാറ്റേൺ ആയിരിക്കും നമ്മളുടെ ലൈഫിൽ പല നെഗറ്റിവിറ്റീനെയും ആക്ച്വലി അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു തോട്ട് പാറ്റേൺ എന്താണ് എൻ്റേത് എന്ന് എല്ലായ്പ്പോഴും ആ ഒരു ഇന്നർ ചെക്കിംഗ് എന്ന് പറയാം. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെയും എന്താണ് എക്സാക്ട്ലി ഞാൻ ആലോചിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു ആലോചന എന്നിലേക്ക് വരുന്നത്, ഈ 2 കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തതായിട്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശിവൻ ആൻഡ് ശക്തി, ഇത് രണ്ടും മേർജിങ് ആണ്. അതായത് ഇന്നർ ശിവ ആൻഡ് ഇന്നർ ശക്തി. അപ്പോൾ ഹീലിംഗ്, ഇമോഷണൽ ഹീലിംഗ് എന്ന് പറയുന്നത് ഫെമിനൈൻ സൈഡിൻ്റെ ഹീലിംഗ് ആകുമ്പോൾ ശിവൻ, അതായത് നമ്മളുടെ ഉള്ളിലെ ആ ഒരു ശിവതത്വത്തിൻ്റെ ഒരു സ്റ്റിൽനെസ്സിലേക്ക് നമ്മൾ വരണം. അതായത് നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലാണോ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതിനായിട്ട് നമ്മളുടെ മൈൻഡും സോളും തോട്ട്സും, അല്ലെങ്കിൽ ബോഡിയും മൈൻഡും സോളും അലൈൻഡ് ആണോ എന്ന് നോക്കണം. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ അലൈൻഡ് ആണെങ്കിൽ മാത്രമേ നമ്മളുടെ ഉള്ളിലൂടെ ആ ഒരു എനർജറ്റിക് ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഹാർട്ട് സെൻറ്ററിലൂടെ നമുക്ക് ഫീൽ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ മാത്രമാണോ ഞാൻ ശ്രദ്ധിക്കുന്നത്? ഞാൻ കുക്കിംഗ് ചെയ്തുകൊണ്ട് എൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നതെങ്കിൽ, കുക്കിംഗ് ചെയ്തുകൊണ്ട് എൻ്റെ ഓഫീസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ എന്താണ് ഇടേണ്ടത് എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു മൊമെൻറ്റിൽ ചെയ്യുന്ന കാര്യത്തിലേക്ക് അലൈൻഡ് അല്ലാതെ, അതായത് ഫിസിക്കലി നമ്മളൊരു വർക്ക് ചെയ്യുന്നു, അതിലേക്ക് നമ്മളുടെ സോളിൻ്റെ എനർജറ്റിക് ഫ്ലോനെ കൊണ്ടുവന്നുകൊണ്ട് മൈൻഡിനെയും കൂടെ അവിടെ നമുക്ക് അലൈൻഡ് ആക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് നമുക്ക് ഹീൽഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ അലൈൻമെൻറ്റിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഹീലിംഗ് പ്രോപ്പർലി നടക്കുന്നുള്ളൂ എന്നാണ് അതിൻ്റെ മീനിങ്. താങ്ക് യു. ബ്ലെസ്സിങ്സ്.